ഉക്രൈന് ഇതുവരെയും നമ്മൾ നൽകിയ സഹായം മതി. അതും പ്രധാനമായി USAID എന്ന പ്രോഗ്രാം മുഴുവനും ഷട്ട് ഡൌൺ ചെയ്തതിനു ശേഷം ഇതുവഴി ഉക്രൈന് കോടിക്കണക്കിന് ഡോളർ സഹായം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള ശരിയായ കണക്ക് അമേരിക്കൻ സർക്കാരിന്റെ പക്കൽ ഇല്ല. രണ്ട് ഭാഗത്തു നിന്നും തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ബില്യൺ ഡോളർ ആർക്കൊക്കെ നൽകിയിട്ടുണ്ട്, ഇത് ആരെല്ലാം എങ്ങനെയെല്ലാം ചിലവ് ചെയ്തു, എല്ലാം ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നുവെന്ന് അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് പറഞ്ഞു. കൂടാതെ USAID പ്രോഗ്രാം ഷട്ട് ഡൌൺ ചെയ്തതിനു ശേഷം അതിന് പുറകിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ പുറത്തുവരികയാണ്. ഈ പെയ്ഡ് മീഡിയാസ് എങ്ങനെയെല്ലാമാണ് വർക്കായത്, ഓരോ മീഡിയാസിനും എത്ര മില്യൺ ഡോളേഴ്സ് നൽകിയിട്ടുണ്ട്, അതും അവർക്ക് അനുകൂലമായ വാർത്ത പുറത്തുവിടുന്നതിന് എത്ര നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വാർത്തകളായി ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോവുകയാണ്. പ്രധാനമായും റഷ്യ ഉക്രൈൻ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഉക്രൈനെ സംബന്ധിച്ച് നെതർലാൻഡിൽ നിന്നും അടുത്ത ബാച്ച് ഓഫ് F-16 വിമാനങ്ങൾ അവരുടെ പക്കൽ വന്നിട്ടുണ്ട്. ഇത് ഉക്രൈന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔദ്യോഗികമായി കൺഫേം ചെയ്തു. എത്ര വിമാനങ്ങൾ വന്നു എന്നുള്ള എണ്ണം പറഞ്ഞില്ലെങ്കിലും ഉക്രൈന്റെ വ്യോമസേനയുടെ ശക്തി നാൾക്കുനാൾ അധികമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു നല്ല ഉദാഹരണം അടുത്തിടെ നൽകിയ മിറാഷ് 2000 വിമാനങ്ങളും F-16ഉമാണ്. എത്ര തന്നെ F-16 ഒരുപാട് കുറ്റാരോപണം ഉണ്ടെങ്കിലും, അതായത് മൂൺഫിഷ് എന്ന കോഡ് നെയിമുള്ള ഒരു പൈലറ്റ് മരിച്ചെങ്കിലും, ഈ ഒരു വിമാനങ്ങളുടെ വരവ് 100% ഉക്രൈന്റെ ഡിഫൻസ് ശക്തിയെ വർദ്ധിപ്പിക്കും. എന്നാൽ അത് എങ്ങനെ അവർ ഉപയോഗിക്കുന്നു, ആ ഒരു രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉക്രൈൻ പൈലറ്റിനെ സംബന്ധിച്ച് സോവിയറ്റ് വിമാനങ്ങളിൽ അവർക്ക് നല്ല അനുഭവം ഉണ്ടെങ്കിലും വെസ്റ്റേൺ കൗണ്ടർ പാർട്സിന്റെ വിമാനങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പരിശീലനം നൽകിയതുകൊണ്ടും അല്ലെങ്കിൽ കുറഞ്ഞ ടൈം ലൈൻ ഫിക്സ് ചെയ്ത് അതിനുള്ളിൽ റഷ് ചെയ്യുന്നതുകൊണ്ടും റിയൽ കോമ്പാക്റ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്കതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉക്രൈൻ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പോകുന്നത്? ഒരു ഭാഗത്തെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നാലും ഈ സാഹചര്യങ്ങളെയെല്ലാം അവർ എങ്ങനെ ഓവർകം ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഉക്രൈന്റെ വിജയം തീരുമാനിക്കാൻ സാധിക്കുക. ഇത് അവർക്കൊരു വലിയ അനുഗ്രഹമാണോ അല്ലെങ്കിൽ പ്രശ്നമാണോ എന്നുള്ളത് അറിയാൻ സാധിക്കും. മാത്രമല്ല, നെതർലാൻഡ് ഇത്തവണ വെറും വിമാനങ്ങൾ മാത്രം അല്ല കൊടുത്തത്. ആ വിമാനങ്ങൾക്ക് ആവശ്യമായ അഡീഷണൽ സെറ്റ്സ് ഓഫ് എഞ്ചിൻസും എയർ ടു എയർ മിസൈൽസ് ആവശ്യത്തിലധികം നൽകിയിട്ടുണ്ട്. അതായത് അവരുടെ സ്റ്റോക്സിൽ ഏതെല്ലാമാണോ അവർ മാറ്റിവെക്കാൻ ആഗ്രഹിച്ചത്, ഏതെല്ലാമാണോ ഒരുപാട് കാലങ്ങളായി ഉപയോഗിക്കാതെ വച്ചിരുന്നത്, ഏതെല്ലാമാണോ എക്സ്പയർ ആകാൻ പോകുന്നത്, ഇവയെല്ലാം എടുത്ത് ഉക്രൈൻ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉക്രൈനെ സഹായമായി നൽകിയാലും ഈ സ്റ്റോക്ക് പേസ് എല്ലാം അവർ ക്ലിയർ ചെയ്തിട്ട് അടുത്ത സെറ്റ് ഓഫ് ഡിഫൻസ് ബഡ്ജറ്റിൽ വീണ്ടും അധികം സഹായം നാറ്റോയുടെ പക്കൽ നിന്നും അമേരിക്കയുടെ പക്കൽ നിന്നും വാങ്ങാനായിട്ടുള്ള അവരുടെ പദ്ധതികളും നടത്തുന്നുണ്ട്. അപ്പോ ഉക്രൈനെ സഹായം ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് അതിനനുസരിച്ചതുപോലെ അവരുടെ സ്റ്റോക്ക് പേസും അവർ വാങ്ങി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ATACMS മിസൈൽസിന്റെ ഉപയോഗം സുമി റീജിയണിൽ അധികമായിട്ടുണ്ട്. ഇതേ സുമി റീജിയണിൽ നിന്നും 2 വീഡിയോസ് ഇപ്പോൾ ഓൺലൈനിൽ വളരെ വേഗത്തിൽ വൈറലാവുകയാണ്. ഇത് റഷ്യയുടെ മീഡിയാസ് പറയുന്നത് ഇതിനെക്കുറിച്ച് റഷ്യ പറയുന്നത് സിവിലിയൻസിനെ ഉക്രൈൻ ഷീൽഡായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ATACMS എന്നത് മൊബൈൽ ലോഞ്ചേഴ്സ് വഴി ലോഞ്ച് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അങ്ങനെ മൊബൈൽ ലോഞ്ചേഴ്സ് കൊണ്ടുവന്ന് സിവിലിയൻസ് അധികമുള്ള പ്രദേശങ്ങളിൽ, റെസിഡൻസ് ബിൽഡിംഗ് ഉള്ള പ്രദേശങ്ങളിലും കൂടുതൽ അപ്പാർട്ട്മെന്റ് ഉള്ള പ്രദേശങ്ങളിലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് റഷ്യ അതിനെ നോക്കി വീണ്ടും റിട്ടാലിയേഷൻ നടത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സിവിലിയൻസിനെ റഷ്യ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഉക്രൈൻ വാർത്തകൾ പുറത്തുവിടുന്നത്. ഇങ്ങനെ ആ ലോക്കൽ പ്രദേശത്തുള്ള 2 സ്ത്രീകൾ തന്നെ മാധ്യമങ്ങൾക്കൊരു റിപ്പോർട്ട് കൊടുത്തു. ഈ വീഡിയോ ആണ് പുറത്തു വന്നത്. ഇതിന്റെ ഒതന്റിസിറ്റി ഇതുവരെയും പരിശോധിക്കാൻ സാധിച്ചില്ല. കാരണം ഇത് റഷ്യൻ മാധ്യമങ്ങളിൽ മാത്രമാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നത്. ഇത് സത്യമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സുമി റീജിയനിൽ നിന്നാണ് കഴിഞ്ഞ 2 ആഴ്ച റഷ്യൻ പ്രദേശങ്ങളിൽ ഉക്രൈൻ അവരുടെ ഹൈമാസ് ആക്രമണം നടത്തുന്നത്, ATACMS ആക്രമണം നടത്തുന്നത്. അപ്പോ സിവിലിയൻസിനെ വീണ്ടും ഉക്രൈൻ അവിടെ ഷീൽഡായി ഉപയോഗിക്കുന്നുവെന്നാണ് റഷ്യ നടത്തുന്ന ഒരു കുറ്റാരോപണം. ഇസ്രായേലിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇസ്രായേലിനെതിരെ ഈജിപ്ത് പറഞ്ഞത് നിങ്ങൾ ഗാസയെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗാസയെ വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഗാസയെക്കുറിച്ചുള്ള സംസാരം കൂടുതലായി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ഡിസാസ്റ്ററിൽ ചെന്ന് അവസാനിക്കും. കാരണം 1978 ശേഷം ഇസ്രായേലുമായി നോർമലൈസേഷൻ ആയ ആദ്യത്തെ അറബ് രാജ്യം ഈജിപ്താണ്. ഇപ്പോ ഈജിപ്തിന് തന്നെ അങ്ങനെയാണെങ്കിൽ ഈജിപ്തിലേക്ക് തന്നെ ഗാസയിലുള്ള ജനങ്ങളെ അഭയാർത്ഥികളായി അയക്കണം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമായ വീടുകൾ പണിയും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇസ്രായേലിനും ഞങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തെ തീർച്ചയായും ബാധിക്കും. ഈ നോർമലൈസേഷൻ ഉണ്ടാകാനുള്ള കാരണം തന്നെ വ്യർത്ഥമായി മാറും.
അപ്പോ ഈ പദ്ധതി നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. മറ്റേതെങ്കിലും പദ്ധതികൾ നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ മറ്റേതെങ്കിലും പദ്ധതികൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഗാസ ജനങ്ങളെ അവരുടെ സ്ഥലത്തേക്ക് തന്നെ താമസിപ്പിക്കുക. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകി. ഇത് ട്രംപിന്റെ ഈ ഒരു പ്രപ്പോസൽ വന്നതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ട്രംപ് പറഞ്ഞു, ഗാസയിൽ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്, ഗാസയിൽ പുതിയ ബിൽഡിംഗ്സ് ഒക്കെ പണിയാൻ പോവുകയാണ്, ഗാസയിലെ ജനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങൾ നൽകാൻ പോവുകയാണ്, ഗാസയിലെ ജനങ്ങളെ അഭയാർത്ഥികളായി അവിടെയും ഇവിടെയും അയക്കാൻ പോവുകയാണ് എന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതിനാൽ അമേരിക്ക ഒരിക്കലും ഇങ്ങനൊരു റിയാക്ഷൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. റഷ്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ കൺട്രീസ്, മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾ എല്ലാവരും അമേരിക്കയ്ക്ക് എതിരെ ഒരേ സമയത്ത് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഗാസ എന്ന പ്രദേശത്ത് ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് തന്നെ ഇത്ര വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഇതൊക്കെ കാര്യമാക്കുമോ? അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരുപാട് എതിർപ്പുകൾ വന്നിട്ടുണ്ട്. അത് മാത്രം സത്യമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ US ആയിട്ട് എന്ന പ്രോഗ്രാം ഇത് ഷട്ട് ഡൗൺ ചെയ്തതിനു ശേഷം നിങ്ങളൊക്കെയാണോ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന രീതിയിലുള്ള പല വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള പല പ്രശ്നങ്ങൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ഇത് വലിയ ടോപ്പിക്കായി മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായി ഒരു വീഡിയോ തന്നെ ചെയ്യാം. US ആയിട്ട് എന്ന പ്രോഗ്രാമിലൂടെ അവർ ചെയ്തത് അമേരിക്കയിൽ നിന്നും പല രാജ്യങ്ങളിലേക്ക് സഹായം പോകുന്നുണ്ട്. പ്രധാനമായും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് 2022 മുതൽ ആവറേജ് ഒരു മാസത്തിൽ തന്നെ $1 ബില്യൺ അധികം നേരിട്ട് ക്യാഷായി തന്നെ പോകുന്നുണ്ട്. ഈ നേരിട്ട് ക്യാഷായി നൽകുന്നത് അവിടെയുടെ ഫ്രണ്ട് ലൈൻ സൈനികർക്ക് വേണ്ടിയാണോ? ഇല്ല. അവിടെ യുദ്ധം ചെയ്ത് പരിക്ക് പറ്റിയ സൈനികർക്ക് വേണ്ടിയാണോ? ഇല്ല. അല്ലെങ്കിൽ അവിടെ മരിച്ച സൈനികരുടെ കുടുംബത്തിന് വേണ്ടിയാണോ? അല്ലെങ്കിൽ ഉക്രൈന്റെ മറ്റേതെങ്കിലും ഗവൺമെന്റ് ഫണ്ടിങ്ങിന് വേണ്ടിയാണോ? ഇങ്ങനെയൊക്കെയാണോ നൽകിയതെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. വെറും മീഡിയ വാർത്തകൾക്ക് വേണ്ടിയും റഷ്യയിൽ നിന്ന് റഷ്യക്കെതിരെ തന്നെ സംസാരിക്കുന്ന രീതിയിൽ വീഡിയോസ് റെഡി ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായും ഈ പണം ചിലവാക്കിയത്. ഇത് നിങ്ങൾ നോക്കുക. ഇതൊരു ചെറിയ മീഡിയയുടെ കണക്കാണ്. എത്ര $1 മില്യൺ ഒരു മാസത്തിൽ ഇവർക്ക് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഒരു കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവിടാനും ട്വിറ്റർ അക്കൗണ്ട്സ്, യൂട്യൂബ് ചാനൽസ്, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയെല്ലാം ഇവരുടെ ഫണ്ടിംഗ് പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഓരോന്നായി പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉക്രൈന്റെ ഫ്രണ്ട് ലൈനിലുള്ള പ്രധാനപ്പെട്ട പ്രവിശ്യകൾ, അവിടെയുള്ള പ്രധാനപ്പെട്ട ഗവർണേഴ്സ്, അവർ ആരും തന്നെ ഉക്രൈനിയർ അല്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. നേരിട്ട് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കാരണം ഇവരുടെ ആളുകൾ അകത്തേക്ക് പോയി അവിടെ ഗവേൺ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സഹായം ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ഇതെല്ലാം ഒരു വലിയ ഓപ്പറേഷനാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കും എന്ന് പോലും ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഇതെല്ലാം കോൺസ്പിറസി തിയറി പോലെ തോന്നിയേക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുമോ? ഇങ്ങനെയെല്ലാം സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരാം. പക്ഷെ ഇതെല്ലാം തന്നെ സംഭവിച്ചതാണ്. ഓൺലൈനിൽ സംഭവിക്കുന്ന ടാഗ് വാർ, സാധാരണ ഒരു #, ഇട്ട് അതിനെ ട്രെൻഡ് ചെയ്യുക, അതിനെ വൈറലാക്കുക, ഇങ്ങനെയുള്ള വർക്കുകൾ അമേരിക്ക ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇവർക്കെതിരെയുള്ള വാർത്തകൾ പുറത്തുവിടുകയാണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ എക്സ്പോസ് ചെയ്യുന്നത് വരെ. എക്സ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്ത് എക്സ്പോസ് ചെയ്യുന്നതല്ല, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്ത് ഓൺലൈനിൽ പുറത്തുവിടുക. ഇപ്പൊ സാധാരണ ഒരു വ്യക്തിയുടെ പക്കൽ നിന്നും ഗവൺമെന്റിനെതിരായ ഒരു വാർത്ത പുറത്തു വരികയാണ്, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്ത പുറത്തു വന്നാൽ അവരുടെ മുഴുവൻ പേഴ്സണൽ ഡീറ്റെയിൽസും എടുത്ത് ഓൺലൈനിൽ ലീക്ക് ചെയ്യും, അവരെ ടാർഗറ്റ് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെ എല്ലാം ഈ ഒരു ഫണ്ടിംഗ് വഴിയാണ് സംഭവിച്ചത്. ഇതെല്ലാം അമേരിക്കക്കാർക്ക് എതിരെയും സംഭവിച്ചിട്ടുണ്ട്. ഇതാണിപ്പോ വലിയ ടോപ്പിക്കായി പോകുന്നത്. കൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരുപാട് $1 ബില്യൺ ഈ കണക്കിൽ പോലും വരാതെ പോയിട്ടുണ്ട്. ഇത് ഉക്രൈൻ സൈഡിലും നടന്നിട്ടുണ്ട്, അമേരിക്കൻ സൈഡിലും നടന്നിട്ടുണ്ട്. ഇവയെല്ലാം ശരിയാക്കണം, ഇവയെല്ലാം നമ്മൾ നോർമലാക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണക്കിൽ കൊണ്ടുവരണമെന്ന് ഉക്രൈനായിട്ടുള്ള സ്പെഷ്യൽ എൻവോയ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ഘട്ടം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് 2 വർഷത്തു നിന്നും അവരുടെ എൻക്വയറി ആരംഭിക്കും. ഈ എൻക്വയറി എല്ലാം ചെയ്യുന്നത് അമേരിക്കയാണ്. അതായത് നേരിട്ട് ഉക്രൈന്റെ ഭാഗത്തു നിന്നും അവർ അന്വേഷിക്കും. ഇത്രയേറെ പണം വന്നിട്ടുണ്ട്, ഇതിന്റെ കണക്കെവിടെ? ഇതെല്ലാം എവിടെ പോയിട്ടുണ്ട്? എവിടെ ആയുധങ്ങൾ വാങ്ങി? ഈ ആയുധങ്ങളുടെ സ്പെൻഡിങ് എന്തായി? എത്ര റിസർവ് ഉണ്ട്? അല്ലെങ്കിൽ എത്ര വേസ്റ്റ് ആയിട്ടുണ്ട്? ഏത് വിധത്തിലെല്ലാം നിങ്ങൾ ഉപയോഗിച്ചു? ഇങ്ങനെയുള്ള എല്ലാ കണക്കും ഉക്രൈന്റെ പക്കൽ ചോദിക്കും. അമേരിക്കയുടെ അധികാരികൾ, മുൻ അധികാരികളെല്ലാം ഇതിനുള്ള മറുപടി നൽകണം. ഇതെല്ലാം ചുറ്റിവളഞ്ഞ് എവിടെ വരും എന്നറിയണ്ടേ? ഉക്രൈൻ അടച്ച ഡോളേഴ്സിൽ നിന്നും അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ പോക്കറ്റിലേക്ക് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടാകും. അവരിതിൽ അകപ്പെടും. ഉക്രൈനിലേക്ക് പോകുന്ന ഡോളേഴ്സിൽ നിന്നും ചില പൊളിറ്റീഷ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ടാകും. സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിൽ നിന്ന് വളരെ എലൈറ്റ് ആയ ഒരു പൊളിറ്റീഷ്യനായി മാറിയിട്ടുണ്ടാകും. ഇവരെല്ലാവരും ഇതിൽ അകപ്പെടുക തന്നെ ചെയ്യും. ജനങ്ങൾക്ക് നൽകിയ പണം ഉപയോഗിച്ച് സമ്പന്നരായവരെല്ലാം ഇതിൽ അകപ്പെടും. യുദ്ധത്തിൽ ജനങ്ങളെല്ലാം മരണപ്പെട്ടും പരിക്ക് പറ്റിയും കഷ്ടപ്പെടുമ്പോൾ
അങ്ങോട്ടേക്ക് പോകേണ്ട പണമെല്ലാം സ്വന്തം പോക്കറ്റിലേക്കാക്കിയ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഇതിലകപ്പെടും. ഇങ്ങനൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിച്ചാൽ ഇതിനേക്കാൾ മികച്ചൊരു കാര്യമായി തന്നെ മാറും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. USAID പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം അതിൽ അത്രത്തോളം സ്കാം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഇപ്പൊ ഇതുപോലെ ഒരു എൻക്വയറി ഇന്ത്യയിൽ സംഭവിച്ചു അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായെങ്കിൽ അതിന് എങ്ങനെയുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.